അപ്പൊ നമുക്കിപ്പോ എവിടെ പോവാം? എവിടെ വേണേലും പോവാം. എവിടെ പോവാം? തെങ്കാശി. അതെ. ഫിൽറ്റർ കോഫിയോ? അതെ. ഓക്കെ, സെറ്റ്. ചായ കുടിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അതിനാ എല്ലാരും ഹായ് വിടും. അഭിയണ്ണ ഹായ്. അപ്പൊ നമ്മൾ നേരെ തെങ്കാശി പോവാണ് ഗൈസ്. ഫിൽറ്റർ കോഫി കുടിക്കാനാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ ഒറ്റ മൈക്കിലാണ് പോകുന്നത്. എന്താണ് നിമിഷത്തിൽ പറയാനുള്ളത് ചേച്ചി? പിന്നെ ഗൈസ് നമ്മൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഇത് നമ്മുടെ തിയേറ്റർ ആണ് ഗൈസ്. ഇത് പിന്നെ ഗ്രാനൈറ്റ്. ഓക്കെ, നല്ല വായിക്കാറിയുന്ന ടീമാണ് ബാക്കി ഇരുന്ന് ഇപ്പൊ ഇത്ര നേരം. പിന്നെ ഗൈസ് നമ്മളിങ്ങനെ സത്യത്തെ അവരെന്തോ ഗ്രാൻഡ് എന്നങ്ങാണ്ട് എഴുതി വെച്ചു. പക്ഷെ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോഴത്തേനും ഇന്ന് വേറൊരു എ മലയാളത്തിൽ അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഗ്രാനൈറ്റ് തന്നെ വായിക്കും. ചേട്ടാ നമുക്കിപ്പോ എന്താണ് ഇപ്പൊ പറയാനുള്ളത്? ലൈം സോഡ കുടിക്കാം. ഞങ്ങൾ ഇന്ന് സത്യത്തിൽ കസിൻ്റെ കൊച്ചിൻ്റെ ഒരു നൂലേറ്റിന് വേണ്ടി പോയിട്ടാ അവിടെ വെച്ച് പ്ലാൻ ചെയ്തതാണ് തെങ്കാശി പോവാന്ന്. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ദാഹിക്കും. നമ്മൾ നല്ല സോഡ ലൈം കിട്ടുന്ന കടകളൊക്കെ നോക്കി ഒരു കടകളും ഇല്ല. ഞങ്ങൾ നോർമലി പോകുന്ന റൂട്ടിൽ കൂടെ അല്ല പോകുന്നത് തെങ്കാശി. അപ്പോൾ ഇത് നമുക്ക് ഈ വഴി അങ്ങനെ അധികം അറിയത്തില്ല, കടകളൊക്കെ എവിടെയെങ്കിലും ഉണ്ടോ. നമ്മൾ കുറേ കടകളൊക്കെ നോക്കി അവസാനം ഒരു കട കിട്ടി. പിന്നെ നമ്മൾ കയറി ലൈം സോഡ പറഞ്ഞും പോയി ചായ കുടിക്കുന്ന ഗ്ലാസ്സിലാണ് നമുക്ക് ലൈം സോഡ കിട്ടിയത്. ഇന്നിപ്പോൾ കുറേ ദിവസമായിട്ട് മഴയായതുകൊണ്ട് പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. കുറേ പേര് വണ്ടി നിർത്തി കുളിക്കുന്നുണ്ട്. നല്ല രസമായി. നമ്മൾ പക്ഷെ ഇറങ്ങിയെന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴിയൊക്കെ നല്ല രസം. രണ്ട് സൈഡിലും ഇങ്ങനെ മലകൾ, ഇപ്പുറത്തെ സൈഡ് ഫുള്ള് മല. നമുക്കിവിടെ ഈ സൈഡിൽ നിർത്തിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തെങ്കാശിയുടെ പകുതി സ്ഥലങ്ങളൊക്കെ തമിഴ്നാടൊക്കെ കാണാൻ പറ്റും. പിന്നെ ഈ പോകുന്ന വഴിക്ക് ഈ പനങ്കളിലൊക്കെ കൊണ്ടിട്ട് കുറേ ആൾക്കാർ, നമുക്ക് വേണമെങ്കിൽ അവിടെ പാർക്ക് ചെയ്തിട്ട് അതൊക്കെ വാങ്ങിക്കാം. അങ്ങനെ ഈ സൈഡ് ഫുള്ള് പോകുന്ന വഴി ഫുള്ളും മല, മരം അങ്ങനെയൊക്കെ. പിന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസം, അത്യാവശ്യം നല്ല രസം പോകാനൊക്കെ. നമ്മൾ സ്ഥിരം പണ്ട് പോയിക്കൊണ്ടിരുന്നു. ഇപ്പം ഈ വട്ടം വന്നിട്ട് ഇന്ന് ആദ്യമായിട്ട് പോകുന്നത്. പിന്നെ ഇതും നല്ലൊരു സ്പോട്ടാണ്. നമുക്ക് ഇവിടെ നിന്ന് പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേനും ആ കാണുന്നത് ഫുള്ള് തമിഴ്നാടാണ്. നേരത്തെയൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. ഈ റോഡ് കറക്റ്റ് എസ് പോലെ കിടക്കുന്നത്. ഇതെന്ന് വെച്ചാൽ എപ്പോഴും ഹെവി ലോഡൊക്കെ കൊണ്ടുവരുന്ന വലിയ വണ്ടികൾ വരുന്ന റോഡാണ്. അപ്പം നമുക്ക് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് പോയില്ലെങ്കിൽ ചില സമയത്തൊക്കെ നല്ല ബ്ലോക്കായിരിക്കും. രാത്രിയൊക്കെ വരുമ്പോഴത്തേനും നന്നായിട്ട് ഇവിടെ ഫുള്ള് വണ്ടികൾ ബ്ലോക്കിൽ കിടക്കും. നമ്മൾ ഒരു വട്ടം ഞാനും അച്ഛനും അമ്മയൊക്കെ വന്നപ്പോഴത്തേനും 2-3 മണിക്കൂർ ഞങ്ങൾ ആ ബ്ലോക്കിലായിപ്പോയി. പിന്നെ നമുക്ക് കാണാൻ പറ്റും കുറേ പേര് ഈ റോങ് സൈഡിൽ കൂടെ ഒക്കെ കയറി വരും. പിന്നെ ഈ വളവ് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോഴത്തേനും തന്നെ കുറേ ഫ്രൂട്ട്സ് കടകൾ, പിന്നെ ഈ നെല്ലിക്ക അങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടിട്ട് ആൾക്കാർ വിൽക്കാൻ നിൽക്കും. അതൊക്കെ നിർത്തി കുറേ പേര് വാങ്ങിക്കും. പിന്നെ ഈ നമ്മുടെ ശബരിമല സീസൺ ആകുമ്പോഴാണ് ഈ റോഡ് കൂടുതലും ഈ ബ്ലോക്ക് വണ്ടികളൊക്കെ കൂടുതലാവുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും സീസൺ ടൈമൊക്കെ ആയിരിക്കണം. ഇതിപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്നതുകൊണ്ട് വെക്കേഷൻ കഴിഞ്ഞുകൊണ്ട് വലിയ ട്രാഫിക്കൊന്നുമില്ല. ഇത് നമ്മൾ ചെങ്കോട്ടയെന്നോ സെൻകോട്ടയെന്നോ പറയുന്ന സ്ഥലമാണ്. രണ്ടുപേരും കറക്റ്റ് പറഞ്ഞു തരാറില്ല. ഞാൻ ചെങ്കോട്ടയെന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മാർക്കറ്റിൽ വന്നിട്ട് ഈ വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇപ്പോൾ വല്ല റേറ്റ് ഡിഫറൻസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. നമ്മൾ നോർമലി ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കാറുണ്ട് വെജിറ്റബിൾസ്. പിന്നെ ഭയങ്കര ചൂടായിരുന്നു. കണ്ടാലേ നിങ്ങൾക്ക് അറിയാം, നല്ല വെയിൽ. നമ്മുടെ നാട്ടിൽ മഴയും ഇവിടെ നല്ല വെയിലുമായിരുന്നെന്ന് തോന്നുന്നു. ഇവിടെ ഫുള്ള് പൂക്കട, വെജിറ്റബിൾസ്, പിന്നെ ഫ്രൂട്ട്സ് അങ്ങനത്തെ സംഭവങ്ങളാണ് നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നത്. പിന്നെ എന്താ സത്യത്തിൽ എനിക്ക് ഈ വോയിസ് ഓവർ ചെയ്യുമ്പോഴത്തേനും ഭയങ്കര മടിയാണ്. പക്ഷേ ഇതിലെ വോയിസ് ഒന്നും അങ്ങോട്ട് ഇടാനും പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ വോയിസ് ഓവർ ചെയ്യേണ്ട വരുക. എനിക്കാണെങ്കിൽ കുറേ വീഡിയോസ് ഞാൻ അവിടെ വെച്ചിട്ടും നാട്ടിൽ വരുന്നതിന് മുമ്പും ഒക്കെ എടുത്തു വെച്ച കുറേ വീഡിയോസ് ഉണ്ട്. അതൊന്നും ഞാൻ ഇതുവരെ പോസ്റ്റ് ചെയ്തു. നമ്മൾ ഫിൽറ്റർ കോഫി കുടിക്കാൻ വന്ന കട അടച്ചേക്ക് നമ്മൾ അടുത്ത കടയിലേക്ക് പോവാണ്. ഒടുക്കത്ത വെയില്. അതെ, ഒറ്റ ബുദ്ധി ആയതുകൊണ്ട്, അതെ ഒറ്റ മൈൻഡ് ആയതുകൊണ്ട് വല്ലാത്ത മൈൻഡ്. അവർ കപ്പിൾസ് നടക്കട്ടെ, നമ്മൾ കപ്പിൾ അല്ലാത്തവർ നടക്കാന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ തെങ്കാശി അമ്പലം. നട തുറന്നിട്ടില്ല, വൈകുന്നേരം തുറക്കത്തുള്ളൂ. അപ്പം നമ്മൾ വേറൊരു ദിവസം അമ്പലത്തിൽ കയറാമെന്ന് വിചാരിച്ചു. നമ്മളിത് ഈ കടയിലാണ് ഫിൽറ്റർ കോഫി കുടിക്കാൻ വന്നത്. പക്ഷെ കട അവധിയാണ്. നമ്മൾ പക്ഷെ വേറെ കടയിൽ പോയി കുടിക്കും. നമ്മളിനി അച്ചാർ ടേസ്റ്റ് ചെയ്യാൻ പോവാ. ശീതളയിച്ച് അവിടെ നിന്ന് വരുന്നതേ ഉള്ളൂ. അഭിയളിയൻ അവിടെ തന്നെ ഉണ്ട്.
ഇതൊന്ന് മധുരമാ ഇത് ജസ്റ്റ് നോക്കട്ടെ. ആ അതെന്നത് നാരങ്ങയാ ഇഞ്ചിപ്പൂട്ട് ഇഞ്ചിപ്പൂണ്ട്. ഓ മാങ്ങ വാങ്ങാം. ഇവിടെ അത്രയാണ് എനിക്ക്. ഇത് കൊള്ളാം. ഇത് കൊള്ളാം. എത്ര ഗ്രാം വേണം അത്? അല്ല ഇത് ഇത് സുണ്ട. இது குழம்புலாம் இருக்கு. வட்டக்குழம்பு, வட்டக்குழம்பு. சாப்பாட்டு அது ரோசா பூவும் மல்லிகைப்பூவும் குங்குமப்பூவும் கேட்டு நெக்ஸ்ட் வீக் வாரேன். வட்டக்குழம்பு பாருங்க. അതെന്തോ മുളക്. ഐ ലൈക്ക് ഇറ്റ്. നല്ലതാ. നീ ഇതുവരെയും കഴിച്ചിട്ടില്ല വട്ടക്കുളമ്പ്? എനിക്ക് പിടിക്കും. എനിക്ക് എല്ലാമേ പിടിക്കും. ഇങ്ങ വന്ന് ശരി വേണമാ? അവക്ക് പിടിക്കും. താങ്ക് യു അണ്ണായി. പാക്കല. ബൈ. പാവാണ് മുടിപ്പിച്ച്. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ കട തുറന്നിരിക്കുകയാണ്. നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് പോയി വടയും ഫിൽറ്റർ കോഫിയും കുടിക്കും. ചായക്കടയിൽ പോയി നോ ടേസ്റ്റിംഗ്, ഒള്ളി ഈറ്റ്. 4 ഫിൽറ്റർ കോഫി. കേസരി ഞാൻ കുറെ നാൾക്ക് ശേഷം ഇപ്പോഴാണ് ട്രൈ ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേസരി. എത്ര നാൾ സ്റ്റാർട്ട് പണിയാച്ചു? 40 വർഷം ഇത് വീഡിയോ പറയാമോ? ഞാൻ ഓൾവേസ് ഇങ്ങത്താ വാറേ അപ്പ കൂടെ. 45 வருஷம் இங்க என்ன ஃபேமஸ் ஐட்டம்ஸ் கிடைக்கும்? குட்டாலம் அல்லல்ல சாப்பிடுறதுக்கு இங்க நல்ல கேசரி. வடை பொங்கல், இட்லி, பூரி, எல்லாமே ஃபில்டர் காபி கொடுக்கிறது மட்டும்தான் இப்ப கேரளத்துல. கேரளாவில் இருந்து இங்க வர்றேன். நல்ல ரொம்ப அழகா. ഇതാണ് നമ്മുടെ കട. ഞങ്ങൾ എപ്പോൾ വന്നാലും സ്ഥിരമായിട്ട് കയറുന്ന കട. എനിക്ക് നല്ല ഇഷ്ടം ഇവിടുത്തെ ഫുഡ്. நாங்க வீடியோ கண்டு பார்த்து வேறவருக்கு ஏதாவது டிஸ்கவுண்ட் இருக்கா? நாங்க வீடியோ பார்த்து இங்க வேற இது கேரளாவில் அவங்களுக்கு என்ன டிஸ்கவுண்ட் ஏதாவது கொடுக்குமா? போத்திக்காங்க. ഇവിടെ നമ്മൾ മിക്സ്ഡ് ഫ്രൂട്ട് ജ്യൂസ് മറ്റേ റോസ് മിൽക്ക് ഒക്കെ കിട്ടും. അത് ടേസ്റ്റ് ചെയ്യാൻ വന്നത്. അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. ഇത് ഓൾറെഡി ഇത് മിക്സ് ആക്കി വെച്ചിട്ട് നമ്മൾ ചോദിക്കുമ്പം ഗ്ലാസ്സിലോട്ട് ആക്കി തരുവാണ്. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു മിക്സ്ഡ് ഫ്രൂട്ട് ജ്യൂസാണ്. പിന്നെ നമുക്ക് ഇടയ്ക്ക് ഇതിൻ്റെ പീസ് ജ്യൂസ്, ഈ ഫ്രൂട്ടിൻ്റെ പീസും കിട്ടും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ പേട. പിന്നെ ഈ വലിയത് കാണുന്നതാണ് ഇവിടുത്തെ തമിഴ്നാട്ടിലെ സ്പെഷ്യൽ ജിലേബി. പിന്നെ മറ്റേത് അൽവ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അൽബൂരി. അപ്പോൾ നമ്മൾ ഒരു അൽബൂരി വാങ്ങിച്ചിട്ടുണ്ട്. ഈ വലിയ ജിലേബി എനിക്ക് വലിയ ഇഷ്ടമല്ല. പിന്നെ എനിക്ക് ഇവിടുത്തെ തമിഴ്നാടിൻ്റെ സ്പെഷ്യൽ അലുവയും വലിയ താല്പര്യമില്ല. പക്ഷെ എനിക്ക് അൽബൂരി നല്ല ഇഷ്ടമായതുകൊണ്ട് ഒരെണ്ണം, നമുക്ക് ഒത്തിരി എല്ലാം കൂടെ ആകുമ്പോഴത്തേനും മധുരം കുറേ കഴിച്ചുകൊണ്ട് നമ്മൾ ഒരെണ്ണം മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. നമ്മൾ ഫസ്റ്റ് കടയിൽ പോയപ്പോഴത്തേന് ചൂട് വടയില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഞങ്ങളിങ്ങനെ കുറച്ച് കറങ്ങിയിട്ടൊക്കെ വന്നപ്പോൾ നമ്മുടെ വടയും ചട്നിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഫിൽറ്റർ കോഫിയാണ് പറഞ്ഞത്. കുടിച്ചു പിന്നെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ ഒത്തിരി പൂക്കച്ചവടക്കാർ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പിന്നെ നല്ല ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. നമ്മളങ്ങനെ കുറച്ച് മാംഗോസ്റ്റീൻ വാങ്ങിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മാംഗോസ്റ്റീൻ. എന്നിട്ട് നമ്മളിങ്ങനെ ഒരു ജാമ്പയ്ക്ക ഒഴിച്ചപ്പോൾ നമുക്കത് ഫ്രീക്ക് തന്നു. അങ്ങനെ നമ്മൾ ആ ജാമ്പയ്ക്കയും കഴിച്ചു നോക്കി. അത് നല്ല മധുരമായിരുന്നു, നല്ല ഫ്രൂട്ട്സ് ആയിരുന്നു. മാംഗോസ്റ്റീനൊന്നും ഒരു രക്ഷയില്ലാത്ത മധുരമായിരുന്നു. അങ്ങനെ നമ്മൾ ലാസ്റ്റ് പഴത്തിപ്പാൽ കുടിക്കാൻ വേണ്ടി പോവാണ്.
വാ ഗൈസ് ഗൈസ് വാ പരുത്തിപ്പാൽ കുടിക്കാം വാ. ഓക്കെ പരുത്തിപ്പാൽ കുടിക്കാം. ഡീൽ ഡീൽ ഡീൽ. ഓക്കെ വാ. ഈ പരുത്തിപ്പാൽ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മരത്തിൻ്റെയോ എന്തിൻ്റെ കണ്ട് ഒരു മിൽക്ക് എന്തോ സംഭവം ഇട്ടിട്ട് കറക്റ്റ് ഒരു പായസത്തിൻ്റെ ഒക്കെ ടേസ്റ്റ്. അതിൽ തേങ്ങയൊക്കെ ഇട്ടിട്ട് തരും. എനിക്കത് ആദ്യം കുടിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടില്ല, പിന്നെ കുടിച്ച് എനിക്കിപ്പോൾ അതെൻ്റെ ഫേവറേറ്റ് സാധനം. അപ്പം നമ്മൾ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ എനിക്കത് വാങ്ങിക്കാൻ പറ്റില്ല, ഇവരെന്തോ ക്ലോസ്ഡ് എന്തോ ആയിരുന്നു. അപ്പോൾ ഈ വട്ടം വന്നപ്പം ഞങ്ങൾ വാങ്ങിച്ച് കുടിച്ചു. ഇവർ പറയുന്നത് ബോഡിക്ക് നല്ലത്, ഇത് കുടിക്കുമ്പോൾ നമുക്കൊരു ഒരു റിഫ്രഷ്മെൻറ്റ്, ഒരു തണുപ്പൊക്കെ ബോഡിക്ക് കിട്ടും എന്നാണ് പറയുന്നത്. സംഭവം സത്യം, നമുക്കിത് കുടിക്കുമ്പോൾ നല്ലൊരു രസമാണ്. എനിക്ക് പായസം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ലൈറ്റ് മധുരം, ഒത്തിരി മധുരമൊന്നുമില്ല. പിന്നെ അതിനകത്ത് കുറച്ച് തേങ്ങ, പിന്നെന്താ കുരുമുളക് പൊടി, ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് അവർ നമുക്ക് തരുന്നത്. ഒരു ഗ്ലാസ് 15-10 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. പിന്നെ നല്ല വെജിറ്റബിൾ സമോസ ഉണ്ടായിരുന്നു, അത് നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞങ്ങൾ കുടിച്ചു, അടിപൊളി ടേസ്റ്റാ. കുരുമുളക് ഇട്ടില്ലടി അവര്? ഇടും. இது என்னக்கா மிக்சிங் பருத்தி கொஞ்சம் ஓப்பன் பண்ணி இது கொஞ்சம் ஓப்பன் பண்ணி പാനിപൂരി വേൽ എവിടെ 100 ரூபா. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നു. വാങ്ങിച്ച് വീഡിയോ എടുക്കാൻ പറ്റില്ല, എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത്. അങ്ങനെ അവരൊക്കെ വീട്ടിൽ പോയി. ഞാൻ ഫ്രഷ് ആയിട്ട് ഇനിയിപ്പോൾ അടുത്ത വീഡിയോസ് എന്തെങ്കിലുമൊക്കെ പറ്റുമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.